ഒറ്റക്കൊമ്പനെത്തി കഴിഞ്ഞു. സുരേഷ് ഗോപി, വെൽക്കം. സന്തോഷം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹാപ്പി പൂരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ശ്രീ സുരേഷ് ഗോപി കൂടി ഇനി പൂരം കൂടുതൽ കളറാവും. പോലെയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നത് പോലെ സുരേഷ് ഏട്ടനും എത്തി. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെയും ഭയങ്കര ഇഷ്ടമാണ്, ശിവകുമാറിന്റെ ഇഷ്ടം, എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. ഒരു തലയെടുപ്പെന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് അതേ തലയെടുപ്പ് പകർന്ന് എനർജി പകർന്ന് നൽകുക എന്ന് പറയും. ഒരു വർഷത്തേക്കുള്ള എനർജിയാണ് പകർന്ന് ഭയങ്കരമാണ്. ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നതാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലെങ്തിയസ്റ്റ് 4+ hours, 4 മണിക്കൂറിലധികം. പിന്നെ ഇതിന് റിഹേഴ്സൽ ഇല്ല. ഓരോ തവണയും ഇതിനകത്ത് ഘടക മേളക്കാരായിട്ട് വന്ന് ചേരുന്നവരൊക്കെ പുതിയവരെല്ലാം വന്ന് ചേരും. പക്ഷെ ഇതൊരു ചിട്ടയുണ്ട്. ആ ചിട്ട അനുസരിച്ച് ഒരു താളം പോലും പിഴയ്ക്കാതെ, ഒരു തട്ട് പോലും തെറ്റിക്കേറാതെ ഇത് കൃത്യമായി നടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ ഈശ്വരാനുഗ്രഹവും. ഇപ്പൊ ഈ പാണ്ടി കൊട്ടുന്നതിൽ 2 സ്ത്രീകൾ കൂടി, വലന്തലയിൽ അർച്ചനയും അശ്വതിയും കൂടി ഇപ്പൊ പാണ്ടി കൊട്ടുന്നതിലുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, കണിമംഗലം ശാസ്താവിന്റെ കൂടെ. ഓ ശരി, അപ്പൊ അത് കണ്ടിട്ടല്ലേ പോകാൻ പറ്റൂ. അതെ, കണ്ടിട്ടേ ഈ കൊല്ലത്തെ ഞങ്ങൾ കൊല്ലത്തായതുകൊണ്ട് തന്നെ ഇപ്പൊ തൃശ്ശൂർ എടുത്തതോടെ കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെയാണല്ലോ മന്ത്രി. അപ്പൊ നമ്മൾ ഇതൊക്കെ ആരായി പറയുന്നത്? എന്റെ പൊന്ന്, ഇതാണ് ചില തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത്. നമ്മൾ എത്രയോ പൊതു കാര്യങ്ങളൊക്കെ സംവദിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ ആ റെസ്പെക്ട് സ്നേഹമൊക്കെ നമുക്ക് നഷ്ടപ്പെടുവോ എത്രമാത്രം കഴിഞ്ഞാലും? പറയുന്നതെല്ലാം മത്സരത്തിന്റെ ഘട്ടത്തിൽ എന്തും പറയും. പക്ഷെ ആ മത്സരത്തിനൊരു നിശ്ചയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒത്തുപിടിക്കുക, പിന്നെ രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. മത്സര സമയത്തുള്ള പറച്ചിലും ഏറ്റുപറച്ചിലും കുത്തിപ്പറച്ചിലും എല്ലാം ആ ഒരു പ്രഖ്യാപനം വരുന്നതോടുകൂടി തീരും. പിന്നെ തോറ്റവരും ജയിച്ചവരും എല്ലാം ഒത്തുപിടിച്ചാൽ മാത്രമേ രാജ്യത്തെ നമുക്ക് നന്മയിലേക്ക് നയിക്കാനും നന്മയിൽ കെട്ടിയിടാനും തളച്ചിടാനും സാധിക്കും. സുരേഷ് ഗോപി പറഞ്ഞതിന് ഈ പൂരവുമായിട്ടൊരു ബന്ധം കൂടിയുണ്ട്. പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിൽ പണ്ട് മത്സരിച്ചാണ് ഈ പൂരം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും മത്സരിച്ചാണ്. പക്ഷെ നോക്കൂ, ആരെങ്കിലും തിരുവമ്പാടിയെ പാറമേക്കാവ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എന്തെങ്കിലും പറയാറുണ്ടോ? ഏറ്റവും സുരക്ഷിതവും സുന്ദരവുമായൊരു സിംഫണിയല്ലേ ആ മത്സരത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ? അല്ല, അതിനകത്ത് അവരുടെ ഓരോ പ്രകടനത്തിലും മികവ് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. പക്ഷെ ഒരിക്കലും ഒരു വിലയിരുത്തൽ അവർ മോശമായി പോയി എന്ന് പറയുന്ന വിലയിരുത്തൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 2 പേരും ഉയർന്നും താണും അങ്ങനെ തന്നെ നിൽക്കും. ജനങ്ങൾക്ക് ഇതെല്ലാവരെയും വേണം എന്ന് പറയുന്നത് പോലെ തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും വടക്കുംനാഥനും 3 പേരും കൂടെ ഒത്തുചേരുന്ന ഉപക്ഷേത്രങ്ങളുടെ എല്ലാം സാന്നിധ്യം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം പോലെ എല്ലാവരെയും കെട്ടുറപ്പോടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് വളരെ അത്യാവശ്യമായ വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അസംബ്ലി ആണ്. 4 ലക്ഷം പേരാണ് ഏതാണ്ട് 1.5 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്നത്. അതും അവരുടെ അനുഭവം എന്ന് പറയുന്നത് എല്ലാം ലയിച്ചു നിൽക്കുകയാണ്. അവരുടെ വിരലുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്നത് TV-യിൽ കാണുമ്പോൾ പോലും ആ ലഹരി വരും. ആ TV-യിൽ വന്നിരുന്ന് കാണുന്നത് എത്ര മില്യൺ ആണെന്നുള്ളത് നിങ്ങളുടെ റേറ്റിംഗിനകത്ത് മാത്രമേ കാണത്തുള്ളൂ അല്ലേ? 100% ലക്ഷക്കണക്കിന് മനുഷ്യർ, അത് കേരളത്തിൽ ലോകമെമ്പാടും. അവിടെയും കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് TV-യാണ് നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നത്. പക്ഷെ ആ TV-യുടെ മുമ്പിൽ എത്ര പേര്? 10 പേര് മിനിമം ആണ്. അതുപോലെ ബിഗ് സ്ക്രീനുകളിൽ കാണുന്നവരുണ്ട്. മനുഷ്യരുണ്ടെങ്കിൽ അതിൽ ഒരു 3/4% മനുഷ്യർ പ്രവാസികൾ ഒരുപക്ഷെ ഇന്നിവിടെ ഒരു 200-നുള്ളിൽ മാത്രമാണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് അവർക്ക് മാത്രമാണ് ഇപ്രാവശ്യം VIP ഗാലറി ഒരുക്കിയിരിക്കുന്നത്. വേറെ നാട്ടിലെ VIPസിന് ആർക്കും ഗാലറി വേണ്ട നിശ്ചയമാണ് എടുത്തത്. ഒന്ന് സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ്. അത് പഹൽഗാമിന് ശേഷമുള്ള കരുതൽ നടപടികളുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അതിന് VIP-കൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ VIP എന്ന് പറയുന്ന ഒരു വേർതിരിവ് വേണ്ട എന്ന് പറയുന്ന പുതിയ ഒരു സംവിധാനം കൂടി കൊണ്ടുവന്നു. അതായത് ഈ കണിമംഗലം ശാസ്താവിലൂടെയാണല്ലോ വരിക. കണിമംഗലം ശാസ്താവ് വന്ന് വടക്കുന്നാഥനെ തൊഴാതെയാണ് പോകുന്നത്. കാര്യം ദേവഗുരുവാണല്ലോ. അതേപോലെ വടക്കുന്നാഥന് സ്വന്തമായിട്ടൊന്നും പൂരമില്ല. വടക്കുന്നാഥന്റെ സന്നിധിയിൽ
നിൽക്കുന്നത് മാത്രമാണ് നടക്കുന്നത്. അതാണ് പറഞ്ഞത്. അപ്പം ഇന്റർനാഷണൽ ടൂറിസ്റ്റ് പഹൽഗാമിന്റെ പേരിൽ ഒരുപാട് സുരക്ഷയുണ്ട്. പക്ഷേ എങ്കിലും 200 വിദേശികൾ നമുക്കൊപ്പം കാഴ്ച കാണാനായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ 200 ഇല്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരാൻ പറ്റാത്ത വിദേശികൾ പലപ്പോഴും നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ ഒപ്പം ഇരുന്ന് ടിവിയുടെ മുമ്പിൽ കാണുന്ന എണ്ണവും നിങ്ങളുടെ ടാം റേറ്റിംഗിൽ എവിടെയും വരത്തില്ല. പക്ഷെ അതിൽ ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ വൈകിട്ട് ഇവിടെ നിൽക്കുമ്പോഴേക്കും വിദേശത്തുള്ള ആളുകൾ ഞങ്ങൾ ടി.വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ ചിത്രങ്ങൾ അയച്ചു തരികയാണ്. അപ്പോൾ അവർ വലിയ സ്ക്രീനിലൊക്കെ ഇട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ അതുപോലെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ തൃശ്ശൂർ പൂരം ശ്രീ സുരേഷ് ഗോപിക്കും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം തൃശ്ശൂരിന്റെ മണ്ണിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള തൃശ്ശൂരുകാർ അദ്ദേഹത്തെ നെഞ്ചേറ്റിയതിനു ശേഷമുള്ള ആദ്യത്തെ പൂരം. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ പൂരനഗരിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ആളുകൾക്ക് സംശയം മന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ സുരക്ഷാ ക്രമീകരണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇന്നൊരൊറ്റ താരമേ ഉള്ളൂ, അത് താരം പൂരമാണ് അല്ലേ? അപ്പം ആ പൂരത്തിനോടൊപ്പം അലിഞ്ഞു ചേരുന്ന ഒരു സുരേഷ് ഗോപിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഘടകപൂരങ്ങളാണ് നമ്മൾ 100%. അതാണ് ആ വാക്കാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നോക്കൂ, ആ ഘടകപൂരങ്ങളുടെ പ്രത്യേകത കൂടിയുണ്ട്. 2 ശാസ്താവും 2019 ഞാനിത് പറഞ്ഞ് കോർപ്പറേഷനോടൊക്കെ സംസാരിച്ചതാണ്. ഒരുപക്ഷെ ഈ പെസോയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് വെടിക്കെട്ട് കാണുന്നതിന് ചില ദൃഢത എന്ന് പറയാം, അല്ലെങ്കിൽ ശാഠ്യം എന്ന് പറയാം. അപ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ റിംഗ് റോഡിൻ്റെ ഔട്ടർ എക്സ്റ്റെൻഡിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ഒരു പകുതി കിട്ടിയിട്ടുണ്ട്. കോർപ്പറേഷൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു 7 feet to 8 feet ഹൈറ്റിൽ ഒരു റണ്ണിങ് റാം, അത് ആസ്വാദകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ചെറിയ എലിവേറ്റർ വെച്ച് അവരെ ആ റാമ്പിലേക്ക് കൊണ്ടുവന്ന്, അല്ലാത്ത സമയത്ത് ഒരുപക്ഷെ സെക്കൻഡ് ഫ്ലോറിലുള്ള കടകളിലേക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ട്രാൻസാക്ഷന് കടക്കുന്നതിനുള്ള ഒരു ആക്സസ് മെത്തേഡും കൂടിയായിട്ട്, ഇതിനടിയിൽ മുഴുവൻ നമുക്ക് വെയിൽ കൊള്ളാതെ ആർക്കെങ്കിലും ഒന്ന് ഫുട്പാത്തിലേക്ക് കയറി നിൽക്കുന്നതിനൊരു ഷെൽട്ടറും കൂടിയാവും. കോർപ്പറേഷനും ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെൻറ്റും മുന്നോട്ട് പെർമിഷനുമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായി എൻ്റെ ഓയിൽ കമ്പനീസ് നിൽക്കുന്നുണ്ട്. വലിയ പ്രഖ്യാപനമാണ്. പ്രഖ്യാപനമല്ല, ഇത് വരണം, പെർമിഷൻ വരണം. അല്ല സുരേഷ് ഏട്ടാ, ഒരു കാര്യം ചോദിക്കാണ്ട്, ഇത് സുരേഷ് ഏട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് തൃശ്ശൂർ പൂരം. ഒരു MP ആയി കേന്ദ്രമന്ത്രി എത്തിയാണ് സുരേഷ് ഏട്ടൻ. ഈ വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ വെച്ച് വരാൻ പോകുന്ന ഒരു മെഗാ പ്രൊജക്റ്റ് ഒന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? മെഗാ പ്രോജക്റ്റുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വലിയ തണ്ടൽ അവിടെ നിൽപ്പുണ്ട്. അത് പലപ്പോഴും ഫ്ലെക്സ് ചെയ്യണം ചില ആവശ്യങ്ങൾക്ക്. ഇപ്പോൾ സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിന് തരാം. 12 ഏക്കർ സ്ഥലം സ്റ്റേറ്റ് ഗവൺമെൻറ് തരണം. എവിടെ തരും എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയൂ. ചിങ്ങമാസത്തിൽ തറക്കല്ലിടാം. എവിടെ തരും സ്ഥലം? റെയിൽവേയെ സംബന്ധിച്ച് എവിടെ ചെന്നാലും ചോദിക്കുന്നത് കൂടുതൽ സ്റ്റോപ്പുകൾ, കൂടുതൽ ട്രെയിനുകൾ. നമുക്ക് നീളം ഒരിക്കലും വർദ്ധിപ്പിക്കാനൊക്കത്തില്ല. നീളം കേരളത്തിനൊരു നീളമുണ്ട്. പക്ഷേ വീതി വർദ്ധിപ്പിച്ച് കെട്ടി ഒരു 2 ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 25 അധിക ട്രെയിനുകൾ കൂടി നമുക്കിവിടെ ഓടാനായിട്ട് വരും. ഉറപ്പായിട്ടും സ്റ്റോപ്പുകളുടെ എണ്ണത്തിൽ അത് നമുക്ക് ഓരോ ഡെസിഗ്നേഷൻ ഓരോ ട്രെയിനിനുമുണ്ട്. വന്ദേ ഭാരത് ഇപ്പോൾ ഉള്ള സ്റ്റോപ്പുകൾ ഇരട്ടിയാക്കണം എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ കൊണ്ടുള്ള ഉദ്ദേശം മാറിപ്പോവും. അപ്പോൾ ഓരോ ട്രെയിനിനെയും നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ കപ്പാസിറ്റി എന്താണോ അത് നമ്മൾ അംഗീകരിച്ച് മതിയാവും. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇവിടെയും കൂടെ നിർത്തണമെന്ന് പറയുന്ന സ്വാർത്ഥ മനോഭാവം കൂടി മാറണമെങ്കിലും അവരെ എല്ലാം സമാധാനപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റോപ്പുകളുടെ എണ്ണം കൂട്ടുന്നതിന് വീതി കൂടാതെ 2 എക്സ്ട്രാ ലൈനോട് ഇടാനുള്ള സ്ഥലം കൂടി സംസ്ഥാന സർക്കാർ എടുത്തു തരികയാണെങ്കിൽ ഇതൊന്നും മെഗാ പ്രോജക്റ്റ് അല്ലേ. അതുപോലെ തന്നെ മെട്രോ ഒരു സ്വപ്നമായിട്ടാണ്, വാഗ്ദാനമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. 2019 പറഞ്ഞതാണ്. അന്നൊരു 90% ആൾക്കാരും അവഹേളിച്ചവരാണ്. ഇന്നിപ്പോ ചോദിക്കുന്നു, ജയിച്ചു കഴിഞ്ഞപ്പോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതിലേക്ക് കുൽസിതം നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ തൃശ്ശൂർ കൊച്ചിയിലെ ഹൈവേയിലൂടെ വരുമ്പോഴുള്ള ഡിലേ നോക്കിയാൽ ഇപ്പോ urban development മിനിസ്റ്റർ ട്രിവാൻഡ്രത്ത് വന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ പവർ ആൻഡ് urban development നടത്തിയ മീറ്റിങ്ങിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു. അന്ന് വാക്ക് തന്നിരിക്കുന്നത് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം RRTS അതാവുമ്പോൾ 15 കിലോമീറ്ററിൽ ഒരു സ്റ്റേഷൻ മതി. മെട്രോയ്ക്കാവുമ്പോൾ
2 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ ഒരു സ്റ്റേഷൻ വേണം. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കാണുന്നില്ലേ? ആലുവ മുതൽ അങ്ങോട്ട് ഓരോ സ്റ്റേഷനും എത്രമാത്രം സിമെൻറ്റും കല്ലും കമ്പിയുമാണ് വന്ന് സത്യത്തിൽ പാഴായി പോകുന്നത്. എന്തായാലും ഒരു 5 വർഷത്തിനുള്ളിൽ കേൾക്കൂ, ചോദിച്ച സ്ഥിതിക്ക് മുഴുവൻ കേട്ടിട്ട് പോകണം. നിങ്ങൾ ഈ അന്തിച്ചർച്ചയിൽ ഇരുന്ന് ഓരോരുത്തരെ നല്ല കാര്യം പറയുമ്പം മുടക്കി കളയുന്നത് പോലെ ഇവിടെ വന്ന് മുടക്കരുത്. ഇത് വടക്കുന്നാഥൻ്റെ ആണെങ്കിൽ ഇത് തൃശ്ശൂർക്കാരുടെ MP-യുടെയും കൂടി ഗ്രൗണ്ടാണ്. ഞങ്ങളുടെ MP ആണ്. അപ്പോൾ ഇപ്പോൾ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ പറ്റിയാൽ അങ്കമാലി വരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബെഹ്റാജി ഡൽഹിക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് സാങ്ഷനായി അത് വരും. അങ്കമാലിയിൽ നിന്ന് RRTS ആയി പാലിയേക്കര ടോൾ പറ്റിയാൽ തൃശ്ശൂർ പട്ടണം ക്രോസ് ചെയ്ത് അമല ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാനുള്ള സ്വപ്നം ഇപ്പോഴും ഉണ്ട്. ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനിലേക്ക് എത്തുമ്പോൾ സഹകരണം ഉണ്ടായാൽ മതി. ഓക്കെ.